നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂൾ തുടങ്ങുന്നു. ഇന്നത്തെ ദേശീയ വാർത്തകൾ വളരെ വേഗം നോക്കാം. രാജസ്ഥാനിലെ ജയ്പൂരിൽ ആശുപത്രിയിൽ തീപിടുത്തത്തിൽ 6 രോഗികൾ മരിച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ഐസിയുവിലാണ് അപകടം. 24 പേരാണ് ഐസിയുവിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിട്ട് 4 മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചു. സോനം വാങ്ചുക്കിന്റെ മോചനത്തിനായി ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സെപ്റ്റംബർ 26-നാണ് ദേശസുരക്ഷാ നിയമപ്രകാരം സോനം വാങ്ചുക്കിനെ ജോധ്പൂർ ജയിലിൽ അടച്ചത്. ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ മുസ്ലിം ദളിത് വിഭാഗക്കാരുടെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയെന്ന് വീണ്ടും ആരോപിച്ചു കോൺഗ്രസ്. ക്രമക്കേട് 2020-ലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന 6 മണ്ഡലങ്ങളിൽ 22% പേരുടെ വോട്ടുകൾ വെട്ടിയെന്നും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അൽകാലമ്മ. 22 വർഷത്തിനു ശേഷം ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. SIR രാജ്യവ്യാപകമായി നടപ്പാക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം അവലോകനം ചെയ്ത ശേഷമായിരുന്നു പ്രതികരണം. വ്യാജ കഫ് സിറപ്പുകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യവ്യാപകമായി പരിശോധന തുടരുകയാണ്. കോൾഡ്രിഫ് കമ്പനി കഫ് സിറപ്പ് നിർമ്മാതാക്കളുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഉത്സവ സീസണിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നതിൽ DGCA ഇടപെടൽ. 1700-ലധികം വിമാനങ്ങൾ സർവീസിനായി സജ്ജമായി. വ്യോമയാന ഡയറക്ടർ ജനറൽ ദീപാവലി ഉൾപ്പെടെ മുൻ നിർത്തിയായിരുന്നു ആഭ്യന്തര വിമാന സർവീസ് നിരക്ക് കുതിച്ചുയർന്നത്. റേഷൻ ഡിപ്പോ കൈക്കൂലി കേസിലെ സർക്കാർ ഹർജിക്കെതിരെ അടൂർ പ്രകാശ് MP നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കാലതാമസം പരിഗണിക്കാതെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി നടപടിക്കെതിരെയാണ് അടൂർ പ്രകാശിന്റെ ഹർജി. അടൂർ പ്രകാശിനെ കോഴിക്കോട് വിജിലൻസ് കോടതി കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയിരുന്നു. അപ്പീൽ നൽകാൻ സർക്കാർ ആകെ 467 ദിവസം വൈകിയെന്നാണ് അടൂർ പ്രകാശിന്റെ വാദം. ബംഗാളിലെ ഡാർജിലിംഗിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 20ആയി. മരിച്ചവരിൽ 7 പേർ കുട്ടികളാണ്. 6 പേർ ബാലസോൺ നദിയിലെ ഇരുമ്പുപാലം തകർന്നാണ് മരിച്ചത്. ഉത്തർപ്രദേശിൽ മദ്യലഹരിയിൽ പിതാവ് 1 വയസ്സുള്ള കുഞ്ഞിനെ കുത്തിക്കൊന്നു. സുരമൻപൂർ സ്വദേശി രൂപേഷ് തിവാരി അറസ്റ്റിലായി. ഭാര്യയെ മർദ്ദിച്ച ശേഷമാണ് കിനു എന്ന 1 വയസ്സുകാരനെ പ്രതി ആക്രമിച്ചു കൊന്നത്. ദുർഗാപൂജയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒഡീഷയിലെ കട്ടക്കിൽ ജാഗ്രത തുടരുന്നു. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ ഇന്ന് രാത്രി 7 മണിക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം. ബീഹാർ ലക്നൌവിൽ പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. ധർമ്മേന്ദ്രകുമാർ എന്ന 21-കാരനാണ് അറസ്റ്റിലായത്. 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. സെപ്റ്റംബർ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇതോടെ ന്യൂസ് ക്യാപ്സ്യൂൾ പൂർണ്ണമാവുന്നു. ഇനി 0 അവറിൽ നിഷാദ് തുടരും.